തുടക്കം മുതൽ തന്നെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരുപാട് അഭ്യൂഹങ്ങളും കൺഫ്യൂഷൻസുമാണ് നിലനിന്നിരുന്നത്. ഇന്ന് രാവിലെ പുറത്തുവന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് സഹമന്ത്രി സ്ഥാനത്തിൽ അതൃപ്തിയാണ്, അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. എന്നാൽ ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് അജണ്ടയിലില്ല എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നു. രാജിവെക്കാൻ നീക്കം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹം തള്ളിയിരിക്കുകയാണ്. സിനിമകൾ പൂർത്തീകരിക്കാനുള്ള ചില ധാരണകൾ നടപ്പാക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു. സിനിമ തന്റെ പാഷനാണ് എന്ന കാര്യം പ്രധാനമന്ത്രിക്ക് അറിയാം. സിനിമകൾ ചെയ്തു തീർക്കാനുള്ള ആ പദ്ധതികൾ തന്റെ കൈവശമുണ്ട്. അത് തീർക്കുന്നത് സംബന്ധിച്ച ചില ധാരണകൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നതല്ലാതെ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആലോചനയും ഇല്ല എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും സഹമന്ത്രി സ്ഥാനമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയത് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സിനിമകൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി മന്ത്രിപദത്തിൽ നിന്ന് മാറാൻ സുരേഷ് ഗോപി നീക്കം നടത്തുന്നതായി ചില റിപ്പോർട്ടുകൾ അത് രാവിലെ പുറത്തുവന്നിരുന്നു. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാതിരുന്നതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് എന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങളെ പാടെ തള്ളുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി. നമുക്കറിയാം, ആരായാലും അമിത ആഹ്ലാദത്തിന്റെ ഒരു നെറുകയിലായിരിക്കും ഇങ്ങനെ ഒരു അവസരം കയ്യിൽ വരുമ്പോൾ. പക്ഷേ ആ അവസരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും മുഖഭാവവും ബോഡി ലാംഗ്വേജും ഒന്നും അങ്ങനെയായിരുന്നില്ല. രാഷ്ട്രീയം തൊഴിലും അഭിനയവുമാക്കി മാറ്റിയവർക്കിടയിൽ അഭിനയം എന്ന തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് സുരേഷ് ഗോപി. അങ്ങനെയാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത്. ആ ജോലിയിൽ നിന്ന് അകന്നു നിന്നാൽ, അതിലെ വരുമാനം ഇല്ലാതായാൽ തന്നെ തേടിയെത്തുന്ന ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും താൻ എങ്ങനെയാണ് ആശ്വാസമാകുക എന്ന ആശങ്ക തന്നെയാണ് സത്യപ്രതിജ്ഞ അവസാന നിമിഷങ്ങളിൽ പോലും തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തെ വീട്ടിൽ കണ്ട ആ ഒരു വേണോ വേണ്ടയോ എന്ന ഒരു ആലോചനയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒരാഴ്ച മുൻപും കൊച്ചിയിൽ ട്രാൻസ്ജെൻഡർമാരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് 12 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് നൽകിയ വ്യക്തിയാണ് സുരേഷ് ഗോപി. സർക്കാരിന്റെ സഹായം വൈകിയാൽ ഇതേ തുക തന്നെ തരാമെന്നവർക്ക് ഉറപ്പും നൽകിയിരുന്നു. സുരേഷ് ഗോപി എന്ന മകനെ സിവിൽ സർവീസുകാരനാക്കണം എന്നതായിരുന്നു അച്ഛൻ ഗോപിനാഥൻ പിള്ളയുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് അദ്ദേഹം മകനെ മദ്രാസിയിലേക്ക് പഠിക്കാൻ അയച്ചത്. പക്ഷേ മകന്റെ ട്രാക്ക് അവിടെ വെച്ചാണ് മാറിയത്. കൊല്ലത്തെ ക്രൗൺ ബേക്കറിയിലും ഫാത്തിമ മാതാ കോളേജിലെ ഇടനാഴികളിലും കൂട്ടുകാർക്കൊപ്പം സുരേഷ് പങ്കുവെച്ച സ്വപ്നങ്ങളെല്ലാം സിനിമയെ പറ്റിയായിരുന്നു. മദ്രാസിയിൽ ചെന്നപ്പോൾ അച്ഛന്റെ സുഹൃത്തായ നിർമ്മാതാവ് ബാലാജി അവിടെയുണ്ട്. അദ്ദേഹം വഴി നിരപരാധി എന്ന തമിഴ് സിനിമയിലേക്ക് ഒരു അവസരം കിട്ടുന്നു. അത് അപരാധമായില്ല എന്നത് കാലം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയിലെ നടനെയാണ് എല്ലാവരും രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഇഷ്ടപ്പെടുന്നത്. അതിലൂടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ എല്ലാവരും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. മലയാളത്തിൽ എത്തിയപ്പോൾ നായകന്റെ നിഴലിലോ പ്രതിനായകന്റെ കൂടെയോ ഒക്കെ നിൽക്കുമ്പോൾ സുരേഷ് ശ്രദ്ധിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയും ആ സുന്ദര മുഖവും ഒക്കെ കൊണ്ടാണ്. അതിൽ ഉണ്ടായിരുന്ന ക്ഷോഭം, അതുപോലെ തലസ്ഥാനം എന്ന സിനിമയിലൂടെ അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു താരപദവി, അതിലൂടെ ഒരു സൂപ്പർ സ്റ്റാർ ജനിക്കുകയായിരുന്നു. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ഏകലവ്യനിലൂടെ മലയാളത്തിലെ 3ാം സൂപ്പർ സ്റ്റാറായി ഉദിച്ച സുരേഷ് ഗോപി എന്ന നക്ഷത്രം കാക്കി വേഷങ്ങൾ കൊണ്ടാണ് പിന്നെ തിയേറ്ററുകളെ വെറുപ്പിച്ചത്. ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന് ഭരചന്ദ്രൻ IPS ചോദിച്ചപ്പോഴും ഓർമ്മ വെക്കണമെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോഴും കയ്യടിച്ച മലയാളി ഇപ്പോഴും സുരേഷ് ഗോപിക്കൊപ്പം അതേ കയ്യടികളോടുകൂടെ ഉണ്ട് എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം. എതിർഭാഗത്തെ കഥാപാത്രങ്ങൾ പലപ്പോഴും രാഷ്ട്രീയക്കാരായിരുന്നു. അവരോട് കേരളം എന്തൊക്കെ പറയാൻ ആഗ്രഹിച്ചു അതെല്ലാം സുരേഷ് ഗോപി എന്ന നടന്റെ കഥാപാത്രങ്ങളിലൂടെ നാവിൽ നിന്ന് എല്ലാവരും കേട്ടു. അതിനിടയിൽ അദ്ദേഹത്തിലെ നടന് കിട്ടിയ അംഗീകാരമായിരുന്നു ഒരു ദേശീയ പുരസ്കാരം. രാഷ്ട്രീയക്കാരനായപ്പോൾ സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കാനായിരുന്നു സുരേഷ് ഗോപിയുടെ ശ്രമം. അതിന് അദ്ദേഹം സിനിമയിലെ പ്രതിഫലം തന്നെ ഉപയോഗപ്പെടുത്തി. വെള്ളിത്തിരയിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതുകൊണ്ടാകും സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരൻ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു. എന്തായാലും കേന്ദ്രമന്ത്രിപദം കൈവെള്ളയിൽ വന്നിട്ട് അദ്ദേഹം രണ്ടാമതൊന്ന് ആലോചിച്ചതും ഈ സാധുക്കളുടെ ദുഃഖത്തിന്, അവരുടെ സങ്കടത്തിന് എങ്ങനെ തനിക്ക് താങ്ങാകാൻ സാധിക്കുമെന്നുള്ള ചിന്ത തന്നെയാണ്. അതുകൊണ്ട് തൻ്റെ പ്രധാനപ്പെട്ട തൊഴിലായ സിനിമാഭിനയം നിർത്താൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ശരിക്കുമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കേന്ദ്രമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെക്കുക എന്നൊരു തീരുമാനം തൻ്റെ അജണ്ടയിലേ ഇല്ല എന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.